പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾ വരും. നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറമെ നിന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ, ആരോട് ചോദിക്കണം എന്നറിയാതെ ചിലപ്പോൾ പല ആളുകളും, വലിയ വലിയ ആളുകൾ പോലും പല കടുംകൈകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കൊരു നല്ല സുഹൃത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗുരുനാഥൻ വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഉപദേശകൻ വേണം, നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമുക്ക് വേണം. അപ്പൊ അതില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടും അവരുടെ സഹായം ആ സമയത്ത് ലഭിക്കാത്തതുകൊണ്ടാണ് പല ആളുകളും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു ആത്മഹത്യ ഒരു നല്ല കാര്യം അല്ല എന്ന് പറയാൻ കാരണം, നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തോണി തുഴഞ്ഞു പോവാണെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടു, കാറ്റ് വന്നു, അല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം നടന്നത് നമ്മളെ പിന്നിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പം മനസ്സിൽ വിഷമം താങ്ങാനാവാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ തോണിയിൽ നിന്ന് എടുത്ത് കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. അതാണ് ആത്മഹത്യ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ടാവും? ഒരിക്കലും നമുക്ക് കര അണയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടെങ്കിലും ഇരിക്കാം. തോണിയിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് ചിലപ്പോൾ ഒരു നല്ല കാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗതിയിൽ അല്ലാന്ന് വരാം. പക്ഷെ നമുക്ക് നമ്മൾ എത്തേണ്ടതിനേക്കാൾ കൂടുതൽ നല്ല സ്ഥലത്തേക്കായിരിക്കും ആ കാറ്റ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ വിചാരിക്കും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ പുറകിലോട്ടാവും തുഴഞ്ഞു പോണത് കര അറിയാതെ. അപ്പൊ കരയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാറ്റാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കാറ്റ് നല്ലതല്ലേ? അത് കണ്ടിട്ട് ചില ആളുകൾ വിഷമിച്ചുകൊണ്ട് എടുത്ത് ചാടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം നമുക്കുണ്ടെങ്കിൽ അത് ഏത് മതത്തിൻ്റെ ഗ്രന്ഥം വേണം എന്നുള്ളൊരു ചിന്ത ഇപ്പം നിങ്ങളിൽ വരും. ഒരു മതത്തിൻ്റെ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ എന്നും നമ്മൾ ഒരു പേജ് വായിച്ചാൽ മതി. ഒരു പേജിൽ കൂടുതൽ വായിക്കേ വേണ്ട. കാരണം ഒരു പേജിൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു പേജ് തന്നെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നന്നായി ചിന്തിക്കാൻ ആ ഒരു പേജിൽ തന്നെ ധാരാളം ഉണ്ട്. ഒരു ഒരു വരി വായിച്ചാൽ പോലും അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ, ഒരു മണിക്കൂർ ചിന്തിക്കാനുള്ളത് കിട്ടും. അത്തരം ഒരു ബുക്കാണിത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്ന് യാത്ര ചെയ്തത്. ഒരുപാട് പേര് ഈ ബുക്ക് വാങ്ങി, ഈ ബുക്കിൻ്റെ ഉപയോഗം അവർക്ക് മനസ്സിലായി, അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇത്തരം ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പുസ്തകം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇതിനെ പരിചയപ്പെടുത്തുക എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ഒരു പേജാണിത്. എന്താ നോക്കാം. ജനങ്ങളിൽ അല്പവിശ്വാസികളും ഉണ്ട്. ഗുണം കിട്ടുമ്പോൾ അവർ നാഥനെ ആരാധിക്കുകയും പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ അവർ പിശാചിനെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലോകത്ത് നാഥനും ഉണ്ട്, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിശാചും ഉണ്ട്. അവർക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നാഥനെ ആരാധിക്കുകയും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ വന്നു കഴിഞ്ഞാൽ നേരെ പിശാചിൻ്റെ അടുത്തേക്ക് ഓടും. അതായത് ഏതെങ്കിലും മന്ത്രവാദികളോ അതുപോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് കാണാം, പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് നല്ലത് വന്നേനെ. പക്ഷെ നമ്മൾ അതിന് പകരം വേറെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇബിലിസായ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സർവശക്തനായ ലോകനാഥന് പകരം ആർക്കും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ അവർ നാഥന് പകരമായി ആരാധിക്കുന്നു. നമ്മൾ പല ആളുകളും നാഥനാണ് എന്ന് കരുതി നാഥൻ്റെ സൃഷ്ടികളായ പല വസ്തുക്കളെയും നാഥ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുന്നത് കാണാം. അതിൻ്റെ ആവശ്യം ഇല്ല. നാഥനോട് തന്നെ നേരിട്ട് പറഞ്ഞാൽ പോരെ. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നാഥനോട് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്കത് നിവൃത്തിയാവാതെയൊക്കെ വരാം. അത് നാഥൻ്റെ പരീക്ഷണമാണ്. ആ സമയത്ത് നമ്മൾ നാഥനെ വിട്ട് മറ്റുള്ള ഏതെങ്കിലും എതിരായിട്ടുള്ള ശക്തികളെ തേടി പോകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് ദുർമാർഗമാകുന്നു എന്നാണ്. മനുഷ്യർ നാഥനെ മറന്നുകൊണ്ട് ഉപകാരത്തെക്കാളേറെ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യർ ഉപകാരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മനുഷ്യർ. പക്ഷേ കൂടുതലും ഉപകാരം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്ന
ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിശാച് നിങ്ങളുടെ വളരെ ചീത്ത കൂട്ടുകാരൻ ആകുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിശാചിനെ തേടി പോകരുത് എന്നാണ് ആദ്യത്തെ വചനത്തിൽ കാണുന്നത്. ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, വിജ്ഞാനം പകർന്നു നൽകുന്ന ഗുരുക്കന്മാർക്ക് എതിരായി പ്രവർത്തിക്കരുത്. നമുക്ക് ആരാണോ വിജ്ഞാനം പകർന്നു തരുന്നത്, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന ഉപദേശിക്കുന്ന ആളുകളൊക്കെ ഗുരുക്കന്മാർ തന്നെയാണ്. അവർക്ക് എതിരായി പ്രവർത്തിക്കരുത്. അവർക്കെതിരായി പറയുകയും ചെയ്യരുത്, പ്രവർത്തിക്കുകയും ചെയ്യരുത്. ശരിയായ വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കുന്നത് ഒരു മഹാഭാഗ്യമാകും. അത് എല്ലാവർക്കും അറിയാം. നമുക്ക് വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. പല ആളുകൾക്കും വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ചിട്ടും അവരതൊന്നും ഉപയോഗിക്കാതെ സമയം പാഴാക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം പല ആളുകൾക്കും കോളേജിൽ പോകണം എന്ന് തോന്നിയിട്ട്, ആഗ്രഹം ഉണ്ടായിട്ട്, പഠിക്കാൻ കഴിവുണ്ടായിട്ട്, ബുദ്ധി ഉണ്ടായിട്ട്, എല്ലാം ഉണ്ടായിട്ടും പോകാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഉള്ളപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം നേടാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമാകുന്നു എന്ന് എത്ര കാലം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. അവസരം ലഭിച്ചിട്ടും വിദ്യാഭ്യാസം നേടാതിരിക്കരുത്. അവസരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് നേടാതിരിക്കരുത്. പലിശയ്ക്ക് പണം കൊടുത്ത് നിങ്ങൾ ജീവിക്കരുത്. ജോലി ചെയ്ത് ജീവിക്കുക, അല്ലാതെ പണം പലിശയ്ക്ക് കൊടുത്ത് ഒരിക്കലും ജീവിക്കരുത് എന്നാണ്. മാതാപിതാക്കളുടെയും ജ്യേഷ്ഠന്റെയും അനുവാദമില്ലാതെ, നമ്മുടെ ജ്യേഷ്ഠന്മാരും മാതാപിതാക്കളും അതുപോലെ ഗുരുക്കന്മാരും ഒക്കെ അവരെ നമ്മൾ എപ്പോഴും അവരെ അനുസരിക്കണം. അവർ നല്ലത് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കണം. അവരുടെ അനുവാദമില്ലാതെ ജ്യേഷ്ഠനേക്കാൾ മുൻപ് അനുജൻ വിവാഹം ചെയ്യരുത്. ഈ ജ്യേഷ്ഠന്റെയും അതുപോലെ മാതാപിതാക്കളുടെ അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യാം. അവരുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ജ്യേഷ്ഠൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി നിൽക്കുമ്പോൾ അനുജത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അനുജൻ വിവാഹം കഴിക്കുക, അത് ചെയ്യരുത്, നല്ലതല്ല എന്നാണ് പറയുന്നത്. എല്ലാവരോടും എപ്പോഴും പരുഷമായി സംസാരിക്കരുത്. പരുഷമായുള്ള സംസാരം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കി കൊണ്ടുവരും എങ്ങനെയായാലും. അതുകൊണ്ട് ആരോടും പരുഷമായി സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. മാതാപിതാക്കളോട് വാദപ്രതിവാദം നടത്തരുത്. ചിലപ്പോൾ മാതാപിതാക്കൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാതാപിതാക്കൾ നമ്മളോട് പറയാം. ആ സമയത്ത് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വാദപ്രതിവാദം നടത്തരുത്. തൽക്കാലം അവിടുന്ന് മാറി നിൽക്കുക. പണമോ മറ്റ് വസ്തുക്കളോ വെച്ചുകൊണ്ടുള്ള ചൂതുകളികൾ കളിക്കുകയോ അത് കളിപ്പിക്കുകയോ ചെയ്യരുത്. പണം വെച്ചുകൊണ്ടുള്ള ചൂതുകളി ഒരിക്കലും നമുക്ക് നല്ലത് വരത്തില്ല. അത് അപകടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത് കളിക്കുകയോ അല്ലെങ്കിൽ കളിക്കാൻ സഹായിക്കുകയോ കളിക്കുന്നവരുടെ കൂടെ പോവുക പോലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. മദ്യവും മയക്കുമരുന്നുകളും ഒരിക്കലും ഉപയോഗിക്കരുത്. മദ്യവും മയക്കുമരുന്നും കൊണ്ട് നമുക്ക് ഒരു ഗുണങ്ങളും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആരുടെയും വീടിന് തീ വെക്കരുത്. അത് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഈ വീടിന് തീ വെക്കാനൊക്കെ തോന്നുന്നത്. ആരുടെയും വീടിന് തീ വെക്കരുത്. ആരെയും വിഷം കൊടുത്തോ ചതിച്ചോ കൊല്ലരുത്. നിങ്ങൾ കൊല്ലാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഈ ജന്മം തന്നത് നാഥനാണ്. ആ നാഥൻ ആണ് തിരിച്ച് വിളിക്കേണ്ടവനും. നമ്മളൊരാൾ കൊല്ലേണ്ട കാര്യമില്ല. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ഈ ലോകത്തിന് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുമായിരുന്നോ അതൊക്കെ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. കള്ളസാക്ഷ്യം പറയരുത്. ഇല്ലാത്തൊരു കാര്യത്തിന് പോയിട്ട് ഞാൻ അതിന് സാക്ഷിയായിരുന്നു എന്ന് പറയരുത്. ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിക്കരുത്. ഇത് ഈ 682 പേജാണ്. 682 പേജിൽ 2 വചനങ്ങളാണ്, 2 വിവിധ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വചനങ്ങളാണ്. ഈ വേദഗ്രന്ഥങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അകം തുറന്നു നോക്കാതെ പുറംചട്ട നോക്കിക്കൊണ്ട് വിഭാഗീയത ഉണ്ടാക്കി മറ്റ് വേദങ്ങളിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ ആക്ഷേപിക്കാനും അതുപോലെ തമ്മിൽ തല്ലാനും അതുപോലെ ഭരണത്തെ പിടിച്ചു പറ്റാനും അതുപോലെ 2 വിഭാഗീയത ഉണ്ടാക്കി വോട്ട് നേടാനും ഒക്കെ ആണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്. അതിനല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് സമാധാനം സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളും നൽകപ്പെട്ടത്. എല്ലാ വേദഗ്രന്ഥങ്ങളിലുള്ള നല്ല വചനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് കോർത്തിണക്കിയ 1008 പേജുള്ള ഒരു പുസ്തകമാണ് സത്യവേദസാരങ്ങൾ. ഈ പുസ്തകം നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അതുപോലെ ഇന്ന് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കമൻറ്റുകളായി എഴുതണമെന്ന് അപേക്ഷിക്കുന്നു.